പ്രണവേ, എന്തായി? കേസ് കഴിഞ്ഞോ? വിധി വല്ലതും ജഡ്ജി പറഞ്ഞോ? കേസും കഴിഞ്ഞു, വിധിയും വന്നു. അയ്യോ, ദൈവം തുണച്ചു എന്ന് കരുതിയാ മതി. കേസിൽ നമ്മൾ തന്നെ ജയിച്ചമ്മേ. ദൈവം നമ്മുടെ കൂടെ അമ്മേ. അതുകൊണ്ട് കോടതി ഏട്ടത്തിയെ വെറുതെ വിട്ടു. നീ എന്തൊക്കെയാ പ്രണവേ പറയുന്നേ? ഏട്ടൻ കൊണ്ടുവന്ന പുതിയ വക്കീലുണ്ടല്ലോ, അർജുൻ മാധവ്. അയാൾ ആളൊരു പുലിയാ. പോരാത്തതിന് എന്റെ ഏട്ടന്റെ ബുദ്ധിയും കൂടെ. ഏട്ടത്തി അവര് പുഷ്പം പോലെയായി കേസിൽ നൂരിയെടുത്തത്. അമ്മയ്ക്കൊരു സത്യം അറിയാമോ? ഈ കേസിലെങ്ങാണം ഏട്ടത്തി ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലുണ്ടല്ലോ, ഇവള് ചെയ്ത ആ പാപത്തിന്റെ ഫലം ഈ ജന്മം മുഴുവൻ ഞാനും കൂടെ അനുഭവിക്കേണ്ടി വന്നേനെ. പ്രണവേ, നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയേ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ? വിവരമില്ലേ? അത്യാവശ്യം വകതിരിവുണ്ടാവേണ്ട പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. നിങ്ങളും ഇവളും ചേർന്ന് കളിച്ച കള്ളക്കളിയൊക്കെ കോടതിയിൽ കൃത്യമായിട്ട് തെളിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് നാണം കെട്ടുപോയി. സത്യം എന്താണെന്ന് അമ്മയ്ക്കറിയോ? അമ്മ പറഞ്ഞത് തന്നെയാണ് അമ്മേ സത്യം. ഇവളുടെ പ്രഗ്നൻസി ഇല്ലാതാക്കാൻ ഏട്ടത്തി ശ്രമിച്ചു എന്നും പറഞ്ഞോണ്ട് ഇവർ രണ്ടുപേരും കൂടെ കൊടുത്ത കേസേ കള്ളവാ. ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ മൊത്തം ഫാബ്രിക്കേറ്റഡുവാ. സാക്ഷിമൊഴി എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന ആള് ഏട്ടത്തിയെ കണ്ടിട്ട് പോലുമില്ല. അതിനേക്കാൾ രസം എന്തോന്നറിയാമേ? ഈ നിൽക്കുന്ന ആന്റി ആ SI വിനോദിന്റെ ഫോണിൽ വിളിച്ച് കൈക്കൂലി ഓഫർ ചെയ്ത് ഏട്ടത്തിയുടെ പേരിൽ കള്ളക്കേസ് എടുക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ച എല്ലാ വോയിസ് ക്ലിപ്പും കോടതിയുടെ മുന്നിൽ പ്ലേ ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തു. ഏട്ടൻ എല്ലാ തെളിവുകളും ഉണ്ടാക്കി അഡ്വക്കേറ്റ് അർജുൻ മാധവന് കൊടുത്തിരുന്നു. ഈ ആന്റിയുടെ എന്തുമാത്രം വോയിസ് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നെന്ന് അറിയാവോ? നിങ്ങൾക്ക് പ്രായവും പക്വതയൊക്കെ ആയില്ലേ ആന്റി? ഞങ്ങളുടെയൊക്കെ അമ്മ ആവുള്ള പ്രായമുണ്ട്. എന്നിട്ട് വിവരം കെട്ട് ഇവളുടെ കൂടെയൊക്കെ ചേർന്ന് ഇതുപോലത്തെ ഓരോ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു നാണവും തോന്നില്ല ആന്റി? കഷ്ടം തന്നെ. ഏട്ടത്തി ഏട്ടനെ പിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ട് കുബുദ്ധികളോടെ ചേർന്ന് കളിച്ച കളിയാണ് ഇതെല്ലാം എന്ന് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. എനിക്ക് ബോധ്യമായ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഏട്ടനിൽ നിന്ന് ഏട്ടത്തിയെ പിരിച്ചെടുക്കാന്ന് വിചാരിക്കണ്ട. എടാ, നിനക്ക് ആ നിധിയുടെ യഥാർത്ഥ സ്വഭാവം അറിയാഞ്ഞിട്ടാ. നിർത്ത്. നിധിയുടെ സ്വഭാവം നല്ലതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളോ ഞാനോ തീരുമാനിക്കണ്ട. നിധിയുടെ കൂടെ ജീവിക്കുന്ന ഗൗതം തീരുമാനിച്ചോളും. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിയുടെ ഏട്ടന്റെ ജീവിതത്തിൽ കയറി തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ അവകാശമുള്ളേ? എന്റെ രണ്ടു കുഞ്ഞുങ്ങൾ ഇവിടെ വയറ്റിലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ആ കോടതിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇവിടെ ചവിട്ടി തള്ളിയിട്ടിട്ട് ഞാൻ തനിച്ചിറങ്ങി പോന്നേനെ. നീ എന്റെ കുഞ്ഞുങ്ങളെ വയറ്റി ചുമക്കുന്നതിനപ്പുറം ഒരാനുകൂലിയോ സഹതാപോ നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണം ശിവാനി. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെയൊക്കെ ഫലം വയറ്റി വളരുന്ന കുഞ്ഞുങ്ങൾ കൂടെ കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. അല്ലെങ്കിൽ അതുങ്ങളുടെ ശാപവും കൂടെ ഈ ജന്മം മുഴുവൻ ഞാനും കൂടെ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനായി. കുറച്ചുനാള് നിധിമോള് ജയിലിൽ കിടന്നാലെന്താ? നിങ്ങൾ രണ്ടെണ്ണത്തിന്റെയും യഥാർത്ഥ സ്വഭാവം എന്റെ പ്രണവിന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഞാൻ പോയി എന്റെ ദൈവങ്ങൾക്ക് 5 തിരിയിട്ട ഒരു വിളക്ക് കത്തിച്ചു വെച്ച് മനസ്സ് നിറഞ്ഞൊന്ന് നന്ദി പറയട്ടെ. അപ്പോ നിധി പുറത്തിറങ്ങിയല്ലേ? ഇറങ്ങി.
ആന്റി, എനിക്ക് 2 ലക്ഷം രൂപ ഫൈനും വിധിച്ചു.